ഇന്ന് ഏപ്രിൽ 26 കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്. എല്ലാവരും വോട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തന്നെയാണ് ദിലീപ് നായകനായിട്ടുള്ള പവിത കെയർടേക്കർ എന്നുള്ള പടം റിലീസാവുന്നത്. ഒരുപാട് പേരൊന്നും അതിനെപ്പറ്റി വലിയ എക്സൈറ്റഡ് ഒന്നുമല്ല. വിനീത് കുമാർ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പഴയ പൂച്ചക്കണ്ണൻ പുള്ളി ഡയറക്ടറൊക്കെ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ. ദിലീപിൻ്റെ കഴിഞ്ഞ പടങ്ങളൊക്കെ വളരെ മോശമായിരുന്നുണ്ട്. ഞാൻ തങ്കമണി റിലീസിൻ്റെ അന്ന് കണ്ടതാണ്, റിവ്യൂ ഇട്ടില്ല, നേരത്തെ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ എക്സ്പെക്ടേഷൻസ് വളരെ കുറവാണ് പൊതുവിലെല്ലാവരും. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് പടം കാണാൻ പോകുന്നതിന് മുമ്പാണ്. എന്താണ് എൻ്റെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വിനീത് കുമാർ എന്നുള്ള ഡയറക്ടറിലുള്ള എക്സ്പെക്ടേഷനാണ്. ട്രെയിലറും ആ ഒരു ചെറിയൊരു സോങ് വിംസ് ടീച്ചറൊക്കെ പ്രോമിസിങ് ആയിരുന്നു തന്നെ പറയാം. ഒരു വിൻറ്റേജ് ദിലീപിൻ്റെ ഒരു എനർജി ഫുള്ളായിട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് വിനീത് കുമാർ എന്നുള്ള ഡയറക്ടർ തന്നെയാണ്. പുള്ളിയുടെ ഡിയർ ഫ്രണ്ട് എന്നുള്ള പടം എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ട്, നിങ്ങൾ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടുപോകുക. നന്നായിട്ട് എനിക്ക് വർക്കായൊരു മൂവിയാണ്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഈ പടം ഇന്ന് തന്നെ ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായത്. ബാക്കി പടം കണ്ടിട്ട് നമുക്ക് റിവ്യൂ പൂർണ്ണമായിട്ടും പറയാൻ തോന്നും. അപ്പോൾ ഞാൻ പടത്തിനെ പോയിട്ട് വരാം. കട്ട് ബുഫ്. പടം കണ്ടിറങ്ങിയിട്ട് ചൂടാറും മുമ്പുള്ള റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റവാക്കി പറഞ്ഞാൽ ദിലീപിൻ്റെ പഴയ ഗ്രാമഫോൺ സിനിമയിലൊക്കെ കണ്ട് ശീലിച്ച ആ ഒരു കൈൻഡ് ഓഫ് ദിലീപിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്നു. നമ്മളെ സാധാരണക്കാരനായ ദിലീപ് ചെറിയ തമാശയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, വേണ്ടി വന്നാൽ 2 ഇടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊണ്ട് പടത്തില്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ദിലീപ്. നല്ല രസം, പഴയ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിലീപ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ റോൾ ചെയ്തേക്കുന്ന ബ്രോ എന്നൊരു പട്ടിയാണ്. ദിലീപ് റിംഗ് മാസ്റ്ററിനകത്ത് പട്ടിയൊക്കെ വെച്ച് ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, കോമഡിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്റ്റും ഇല്ല. പക്ഷേ പിന്നെ എനിക്കിതിനകത്തൊരു സ്റ്റോറി ലൈനൊക്കെ ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഇതിൽ ഗ്രാമഫോണിനകത്ത് മൾട്ടിപ്പിൾ നായികമാർ സാധ്യത, അതേപോലെ ഒരു സമ്മറിൻ ബദ്ലഹേമിലെ ടച്ച്, ഒളിച്ചിരുന്നുള്ള പ്രണയം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഇത്. പവി എന്നുള്ള ഒരു ക്യാരക്ടർ ഒരു 40 വയസ്സോളം പ്രായമുള്ളൊരു കെയർടേക്കർ ക്യാരക്ടർ. അയാളായ കാലം നല്ല കാലം മുഴുവൻ ഗൾഫിൽ കഷ്ടപ്പെട്ടു കുടുംബത്തിന് വേണ്ടി. ഇപ്പോൾ നാട്ടിൽ വന്ന് കെയർടേക്കറായിട്ട് നിൽക്കുന്നു. പുള്ളിക്ക് അതിനിടയിൽ ഒരു ചെറിയ പ്രണയം ഉണ്ടാകുന്നു. അത് തന്നെയാണ് പടത്തിൻ്റെ ഇത്. അത് എങ്ങനെ സംഭവിക്കുന്നു, എവിടെ സംഭവിക്കുന്നു, ആരുമായിട്ട് പ്രണയം എന്നൊക്കെ ഉള്ളതാണ് രസം. ഇമോഷണലി നല്ല രീതിയിൽ നമ്മളെ പവി എന്നുള്ള ക്യാരക്ടറായിട്ട് നമുക്ക് നന്നായിട്ട് ഒരു കണക്ഷനുണ്ട്. ദിലീപിൻ്റെ കയ്യിൽ പവി എന്നുള്ള ക്യാരക്ടർ ഭദ്രമാണ്. അതുപോലെ തന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പറയാം. അതിനകത്ത് ഇപ്പോൾ ജോണി ആൻ്റണിയുടെ ക്യാരക്ടർ നല്ലതാണ്. അതുപോലെ രാധിക ശരത് കുമാർ പടത്തിനകത്ത് ഫസ്റ്റ് ഞാൻ വന്നപ്പോഴത്തേക്ക് എന്തിന് പുള്ളിക്കാരിയെ കൊണ്ടുവന്നു. ഇപ്പോൾ ദിലീപുമായിട്ട് മുമ്പും കോംബോ ഉണ്ടായിരുന്നു. രാമലീലയിലൊക്കെ ഒരു വിജയ കോംബോ അമ്മ മകൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷേ ഒരു ഹൗസ് ഓണർ, റെൻ്റ് താമസിക്കുന്ന ആൾ, അങ്ങനെയുള്ളൊരു ബന്ധമാണ്. പക്ഷേ ആദ്യം എനിക്ക് തോന്നി ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി എന്ന് തോന്നിയിരുന്നു. പക്ഷേ അത് വർക്കായി. അത് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ശരിക്കും ഓക്കെ ഇവർ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടർ പുള്ളിക്കാരി രാധികയെ വെക്കുമ്പോഴത്തേക്ക് അത് ജസ്റ്റിഫൈഡ് ആണ്. ഞാൻ അപ്പുറത്തേക്ക് പിന്നീട് അതിനൊരു ബാക്ക് സ്റ്റോറി പറയണ്ട. അപ്പോൾ അങ്ങനെ ക്യാരക്ടേഴ്സ് കൊണ്ട് ഓരോരോ ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത്. ഇതിന് പിന്നെ എടുത്തു പറയേണ്ട രീതിയിലുള്ള നായികമാർ 5 6 നായികമാരുണ്ട് ഇതിനകത്ത്, എണ്ണം പറയാനില്ല. എല്ലാവരും വളരെ അവരവരുടെ റോൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും നല്ല കണ്ടുപരിചയമുള്ള മുഖം പോലെ തന്നെ ഫീൽ ചെയ്തു. ന്യൂ ഫേസസ് ആണ്. ഞാനാദ്യമായിട്ടാണ് ഈ നായികമാരെയൊക്കെ ഈ പറഞ്ഞ കണക്ക് വേറെ ഇവിടങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നായികമാർ എന്ന് പറഞ്ഞു തന്നെയാണ് ഒരു 5 6 പേരുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അവരവരുടെ റോളെല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സമ്മറിൻ ബദ്ലഹേം പോലെ ആരായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് അതിനകത്ത് രസം. അത് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പടത്തിൻ്റെ ടെയിൽ എൻഡ് വരെയും നമ്മളെ കൊണ്ടുപോകുന്നത് അതിന് വേണ്ടി തന്നെയാണ്. അവിടെയാണൊരു വിഷയം. സ്പോയിലർ ആദ്യമേ ഉള്ള ആഴ്ചകളിൽ ഈ പടം കണ്ടു തീർന്നാൽ ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സ്പോയിലർ സീനാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കുറേ ആൾക്കാർ ഇപ്പോൾ തുടങ്ങും ഇതിനകത്ത് നിന്നുള്ള ഫുട്ടേജ് കോപ്പി ചെയ്ത് തരാനും ഫോട്ടോസ് എടുത്ത് തരാനും. എന്തുകൊണ്ട് ഇല്ല പെങ്കൊച്ചാണ്, എന്തുകൊണ്ട് ആ പെങ്കൊച്ചാണ് ഈ പെങ്കൊച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് വേണ്ട. നമ്മൾ പടം കാണുമ്പോഴത്തേക്കും നമുക്കത് എൻജോയ് ചെയ്യാം. നമ്മൾ പവിയോടൊപ്പം നമ്മളും അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെ തേടിയുള്ള ഒരു യാത്രയാണ്. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു പടം. ഒരു ഫൺ വാച്ചാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. വെക്കേഷൻ സമയമാണ്, നമുക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു ഗംഭീര മൂവിയാണ്. അടിച്ചുപൊളി, ഭയങ്കര ഒന്നുമില്ല, ഭയങ്കര നമ്പേഴ്സ് ഈ പടം ചെയ്യുമോ എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നൊരു ഇതല്ല. എന്നിരുന്നാലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ദിലീപ് ഇതാണ്, ഇതും കൂടെയാണ്. ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ദിലീപ് ഇതും കൂടെയാണ്. സോങ്സും ഒക്കെ നമുക്ക് ഈ പടത്തിനകത്ത് കുറച്ച് വർക്കാവുന്നതാണ്. നമുക്ക് ആദ്യമേ റിലീസായിട്ടുള്ളൊരു പാട്ട് പടത്തിൽ കാണാൻ കുറേ കൂടെ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ബാക്ക് സ്റ്റോറി കഥ ഓടി വരുന്ന രീതിയിൽ അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു സെലിബ്രേഷൻ സോങ് ഉണ്ട്, അത്യാവശ്യം ഒരു ഓണപ്പരിപാടികളിലോട്ടൊരു പാട്ടുണ്ട്. അങ്ങനെ അല്ലാതൊരു സോങ് ഉണ്ട്. സോങ്ങുകളൊക്കെ ഡീസൻ്റ് ആയിരുന്നു. അതിനകത്ത് ഒരു പാട്ട് മാത്രം നമുക്ക് നല്ല രസമായിട്ട് കേൾക്കാൻ തോന്നും. ബാക്കിയെല്ലാം പാസിങ് അല്ലെങ്കിൽ പടത്തിൻ്റെ കഥയോട് ചേർന്ന്
ഒന്ന് പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നെഗറ്റീവ്സ് ആയിട്ട് അങ്ങനെ പറയാനില്ല, എന്നാലും എനിക്ക് കുറച്ച് ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു മരപ്പെട്ടി സീൻ അത് ഇച്ചിരി വലിച്ചു നീട്ടി കൊണ്ടുപോയതുപോലെ തോന്നി. അങ്ങനെ അതുപോലെ ക്ലൈമാക്സ് പോർഷനിലും ഇത്രയും കിടക്കണമായിരുന്നോ, ഇതിന് മുമ്പ് നിർത്തിക്കൂടായിരുന്നോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നി. പിന്നെ ക്ലൈമാക്സ് ആയതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ അതുപോലെ കുറച്ച് സ്ഥലങ്ങളിൽ ഒരു ഇച്ചിരി വലിച്ചു നീട്ടൽ അല്ലെങ്കിൽ ഒരു അനാവശ്യ ക്രിഞ്ചോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നന്നായിട്ട് അത് ഇത് ചെയ്തു പോയി. പട്ടിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദിലീപ് പഴയ CID മൂസയ്ക്കകത്ത് ചെയ്ത കണക്കുള്ള പരിപാടികളായിരിക്കാം. അത് കുറച്ചുകൂടെ നല്ല പരിപാടികളായിരുന്നു. ഇപ്പം കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുമെങ്കിലും, പക്ഷേ റിംഗ് മാസ്റ്ററിനകത്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന അവരാദമുണ്ടല്ലോ, അതുപോലുള്ള പരിപാടികളൊന്നും ഇതിനകത്ത് പിടിച്ചിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പട്ടിയുമായിട്ടുള്ള ഒരു ഫീലിംഗ് കണക്ഷൻ അതൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ദിലീപിൻ്റെ ഇമോഷണൽ സീനുകളെല്ലാം നന്നായിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതിപ്പോൾ ട്രെയിലർ അവസാനം റിലീസായപ്പോഴത്തേക്ക് ട്രെയിലറിൻ്റെ അകത്ത് ഫസ്റ്റ് സീൻ കാണിക്കുന്ന ചവിട്ടുന്ന ഷോട്ടാണ്. പക്ഷേ അത് ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ ഇത് വീണ്ടും ഫൈറ്റാണല്ലോ, സീനാണല്ലോ, തങ്കമണിയൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചെങ്കിലും പക്ഷേ ഈ പടത്തിനകത്ത് ആ ഒരൊറ്റ ഫൈറ്റേ ഉള്ളൂ. അത് ജെന്യുവനായിട്ടാണ്, കഥയിൽ നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഗുണം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലെ ഫൈറ്റ് വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ട് ഇടിച്ച് പറത്തുന്ന പരിപാടികളൊന്നുമില്ല. അത് നെഗറ്റീവ് അല്ല, അതൊരു പോസിറ്റീവ് ഇത് തന്നെയാണ്. നെഗറ്റീവ് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. കുറച്ചധികം ഈ പറഞ്ഞ കണക്ക് വലിച്ചു നീട്ടൽ, ഒരു സീൻ ഇവിടെ നിർത്താമായിരുന്നു എന്ന് തോന്നിയ സാധനം ഒരു കോമയിട്ട് കുറച്ചുകൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്കൊരു തോന്നുമല്ലോ, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മാത്രമേ അതിനകത്തുള്ളൂ. നിർബന്ധമായിട്ടും പോയി കണ്ടിരിക്കുക. ഞാൻ ദിലീപിൻ്റെ തിരിച്ചുവരവ്, മാങ്ങാത്തൊലി തേങ്ങാത്തൊലി അങ്ങനെയുള്ള ഡയലോഗൊന്നുമില്ല. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ദിലീപ് ഈ പടത്തിനകത്തുണ്ട്. അനാവശ്യമായിട്ടുള്ള ഹെയ്റ്റ് ഒരുപാട് പേര് ദിലീപിനെതിരെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും വേണ്ട. മലയാള സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 പടങ്ങൾ 100 കോടിക്കടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ആവേശം 100 കോടി കടന്നു. അപ്പോൾ വീണ്ടും നമ്പേഴ്സിലൊന്നും കാര്യമില്ല, പടം ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. പവി ദ കെയർടേക്കർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ധൈര്യമായി പോയി ടിക്കറ്റ് എടുക്കാം. അയ്യോ ക്രിഞ്ചായല്ലോ, അയ്യോ കയ്യിൽ നിന്ന് പോയല്ലോ, പൈസ പോയല്ലോ, അങ്ങനെയുള്ള തോന്നലുകളൊന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് പോകാം. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. ബൈ.